Good afternoon, all. Good afternoon, madam. നമ്മള് പുതിയ എന്താണ് പുതിയൊരു PDF ആണ് നമുക്കുള്ളത്. എന്താണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷന്റെ PDF എടുത്ത ടോപ്പിക് ആണ്. ഈ പ്രിന്റ് ഔട്ടില് എത്രാമത്തെയാണ്? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾക്ക് ആ PDF-ന്റെ ചാപ്റ്റർ എത്രയാന്നുള്ളത് നിങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഒന്ന് നോക്കിയെടുക്കേണ്ടി വരിക. അതായത് ചാപ്റ്ററിന്റെ നെയിം നോക്കാം, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ മാം, താങ്ക് യു. എല്ലാവരും എടുത്തോ? ചിലരുടെ മൊഡ്യൂൾ വൈസ് ആയിട്ടായിരിക്കും, ചിലർക്ക് പേപ്പർ വൈസ്, അങ്ങനെ പല ആയിരിക്കാം. ചാപ്റ്റർ നമ്പർ 2 എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ ആ ഹെഡിങ് നോക്കുക, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ PDF എടുക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങാലോ. ഇപ്പൊ ഇതില് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അറിയാം, ഒരു ഹോസ്പിറ്റലിലാവുമ്പോൾ പ്രധാനമായിട്ടും നഴ്സുമാരുടെ ആവശ്യകതയുണ്ട് പേഷ്യൻസിനെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ എത്രത്തോളം പേഷ്യൻസിനെ, എത്രത്തോളം നഴ്സുമാരെ വേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പേഷ്യൻസിനെയാണ്, ചിലപ്പോൾ കിടപ്പ് രോഗികളൊക്കെ ആയിരിക്കാം. അപ്പൊ ഏത് തരത്തിലുള്ള രോഗികൾക്കാണ് വേക്കൻസി നോക്കാൻ വേണ്ടിയിട്ടാണ് നഴ്സുമാർ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നഴ്സുമാരെ തിരഞ്ഞെടുത്ത് അവിടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ നടത്താൻ വേണ്ടി. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ മൊത്തത്തിൽ നഴ്സുമാരുടെ ആവശ്യകത എന്താണെന്നും അത് എവിടെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നും എത്തരത്തിലുള്ള നഴ്സുമാരെയാണ് വേണ്ടത് എന്നിങ്ങനെയൊക്കെയുള്ള ഒരു ലീഡർഷിപ്പോട് കൂടിയിട്ടുള്ള നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കാര്യമാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ നടക്കുന്നത്. എന്താന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ. Nursing is a profession that offers a service which benefit the health and well-being of people. Nursing administration എന്ന് പറയുന്ന ഒരു സർവീസ് സേവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ജനങ്ങളുടെ നല്ല രീതിയിലുള്ള അവരുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സേവനം കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രൊഫഷൻ. ഇതൊരു തൊഴിലാണ്. Then a nursing administration is a leadership position in a specific healthcare environment. ആ ഹെൽത്ത് കെയറിന്റെ ചുറ്റുപാടില് ഒരു നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് എത്രത്തോളം നഴ്സുമാരെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ അവിടെ അപ്പോയിന്റ് ചെയ്യണം, ഏത് തരത്തിലുള്ള പേഷ്യൻസ് ആണ് അവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ കറക്റ്റ് പേഴ്സണും കറക്റ്റ്, നമ്മൾ നേരത്തെ പല ഇതിലും പറയാല്ലേ, കറക്റ്റ് ഒരു ജോലി എന്ന് പറയുന്നത് ആ ജോലിക്ക് മതിയായ ഒരു പേഴ്സണെ, കൃത്യമായ ഒരു കഴിവുള്ള വ്യക്തിയെ മാത്രം അപ്പോയിന്റ്മെന്റ് ചെയ്താലാണ് ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഹോസ്പിറ്റലാണെങ്കിലും ഒരു പ്രത്യേക പ്ലേസിൽ ആ വ്യക്തിയുടെ വേക്കൻസി ഉണ്ടെങ്കിൽ മതിയായ ക്വാളിഫിക്കേഷൻ ഉള്ള വേക്കൻസി സ്റ്റാഫിനെ കണ്ടെത്തി അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്താൽ മാത്രമേ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത് തന്നെ അവിടെ പറയുന്നത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഇസ് എ ലീഡർഷിപ്പ് പൊസിഷൻ ഇൻ എ സ്പെസിഫിക് ഹെൽത്ത് കെയർ എൻവയൺമെന്റ്. ആ ഹെൽത്ത് എൻവയൺമെന്റിന് ആവശ്യമായിട്ടുള്ള നഴ്സിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യുന്ന ഒരു മേഖലയാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. The definition of administration refers to the collection of people who are in charge of making and applying laws and norms, or those in a leadership position who come for important tasks such as staffing process. അതായത് നമ്മള് നേതൃത്വ നിരയിലുള്ള പേഴ്സൺസ് ആണെന്ന് പറഞ്ഞു നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലുള്ളത്. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ദ കളക്ഷൻ ഓഫ് പീപ്പിൾ. പീപ്പിൾസിനെ കളക്ട് ചെയ്യുന്നു. ഹു ആർ ഇൻ ചാർജ് ഫോർ മേക്കിംഗ് അപ്ലൈങ് ഓഫ് ലോസ് ആൻഡ് നോംസ്. അവർ തന്നെ എന്താണ്, നമുക്ക് കുറച്ച് ഒരു പേഴ്സൺസിനെ, നമുക്ക് ഇന്ന വേക്കൻസികൾ ഉണ്ടെങ്കിൽ എന്താണ്, ആ ഒരു നേരത്തെ കൂടി അവർ തയ്യാറാക്കി കുറച്ച് നിയമങ്ങളും മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള പേഴ്സണെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ചിലപ്പോ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിലായിരിക്കാം, അതല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റിലായിരിക്കാം. അങ്ങനെ
വേക്കൻസികൾ വരുന്നതനുസരിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റുകൾക്ക് മതിയായ രീതിയിലുള്ള സ്റ്റാഫുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ലോകളും നിയമങ്ങളും അതേപോലെ തന്നെ നോംസും മാനദണ്ഡങ്ങളൊക്കെ ഇവർ വെച്ചിട്ടുണ്ടാവും. ആ രീതിയിൽ എന്താണ് those in a leadership position who come for important tasks such as staffing process. അതായത് ഇവര് ഈ രീതിയിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് സ്റ്റാഫിംഗ് പ്രോസസ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് സ്റ്റാഫിംഗ് എന്താണ്, സ്റ്റാഫിംഗ് പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ വേറെ കുറെ മനസ്സിലാവും. എന്താണ് സ്റ്റാഫിംഗ് എന്ന് നോക്കാം. Staffing means the continuous process of searching, choosing, analyzing, and creating working relationship with the present or future employees. ഒരു സ്ഥാപനമാകുമ്പോൾ ഹോസ്പിറ്റൽ ആണെങ്കിലും അവിടെ വേക്കൻസികൾ വരാം, അല്ലെങ്കിൽ നഴ്സുമാരുടെ ആവശ്യകത ഉണ്ടാവാം. ഇപ്പൊ പ്രസന്റിലെ ആവശ്യകത ഉണ്ടാവാം, വീണ്ടും ഭാവിയിലേക്കും ചിലപ്പോൾ ആവശ്യകത ഉണ്ടായിരിക്കാം, അല്ലെ മുൻകൂട്ടി കാണേണ്ടതുണ്ട് ഏതാണെങ്കിലും ഒരു ജോലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതിനുമായി വേണ്ടിയിട്ട് ആ പേഴ്സൺസിനെ സെർച്ച് ചെയ്യാൻ, കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ, അതിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അനലൈസിങ് ചെയ്യുക, അനലൈസ് അവരെ വിലയിരുത്തണം. ആൻഡ് ക്രിയേറ്റിംഗ് വർക്കിംഗ് റിലേഷൻഷിപ്പ്, അതിനുശേഷം അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം എന്ത് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവർത്തനമാണ്, ഒരു തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം? ഒരു എംപ്ലോയീസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരെ ചൂസ് ചെയ്യുക, അതിൽ നിന്ന് തെരഞ്ഞെടുക്കുക, അനലൈസ് ചെയ്യുക, വിലയിരുത്തുക, ആൻഡ് ക്രിയേറ്റിംഗ് വർക്കിംഗ് റിലേഷൻഷിപ്പ്, അതിലേക്ക് വർക്കുമായി ബന്ധപ്പെട്ട് അവരേക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുക്കുക. ഇപ്പൊ പ്രസന്റിലുള്ള കാര്യങ്ങളാണെങ്കിൽ പ്രസന്റിലെ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുക. ഇനി ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് അവർ തെരഞ്ഞെടുത്ത് വെക്കേണ്ടതെങ്കിൽ അതിന് വേണ്ടിയിട്ട് കണ്ടെത്തുക എന്നുള്ള ഒരു പ്രോസസ്സാണ് സ്റ്റാഫിംഗ് എന്നുള്ളത്. ഇനി വീണ്ടും പറയുന്നുണ്ട് സ്റ്റാഫിംഗ് പ്രോസസ്സ്. സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത് involves a manpower planning to have the right person in the right position. നമ്മളിപ്പോ പേഴ്സൺസിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ പേഴ്സണെ എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടെത്തുന്നത്? ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലാവുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ജോബുകൾ, അല്ലെ നേഴ്സുമാരെന്നുള്ള ഒരു ലേബല് സെയിം ആണെങ്കിൽ കൂടി വ്യത്യസ്ത റോളുകളായിരിക്കും. ചിലർക്ക് ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും, ചിലർക്ക് ലേബർ റൂമിലേക്കായിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലും പ്ലേസിലേക്ക്, അല്ലെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള രീതിയിലേക്കായിരിക്കും ആ വേക്കൻസികളൊക്കെ ഉണ്ടാക്കുക. അപ്പൊ ഏത് പ്ലേസിലേക്കാണ് കറക്റ്റ് പ്ലേസിലെ തന്നെ ഈ കറക്റ്റ് പേഴ്സൺ അപ്പോയിന്റ്മെന്റ് ചെയ്യും, അല്ലെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഈ വ്യക്തിയെ കറക്റ്റ് പ്ലേസിൽ തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്താൽ മാത്രമേ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ സ്റ്റാഫിംഗ് പ്രോസസ് എന്താണെന്ന് വെച്ചാൽ ഇൻവോൾവ് മാൻപവർ പ്ലാനിങ് ടു ഹാവ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. ഓരോ പൊസിഷനിലേക്കും കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ കണ്ടെത്തുക എന്നുള്ള പ്രവർത്തനമാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് സ്റ്റാഫിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സൺസിനെ കണ്ടെത്തുക, അവരെ കണ്ടെത്തുക, സെലക്ട് ചെയ്തിട്ട് അനലൈസ് ചെയ്യുക, അവരെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. ഇനി ഏത് തരത്തിലുള്ള ജോബ്, അത് ആ ജോബ് നികത്താൻ വേണ്ടിയിട്ടാണ്, അതുമായി ബന്ധപ്പെട്ടതാണ് എന്ത് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. That means the staffing process consists of identifying the type and the amount of nursing care needed by the patient and selecting and appointing personnel from the obtainable applications. അതായത് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് കൃത്യമായിട്ടുള്ള ആ പ്ലേസിലേക്ക് അനുയോജ്യമായ പേഴ്സണെ തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ നടക്കുന്നത്. സ്റ്റാഫിംഗ് പ്രോസസ് കൺസിസ്റ്റ് ഐഡന്റിഫൈങ് ദ ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് നഴ്സ്. അതായത് ഏത് ടൈപ്പിലുള്ള പേഴ്സൺ ആണ് വേണ്ടത്, എത്രത്തോളം പേഴ്സൺസിനെ, എത്രത്തോളം നഴ്സിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. അതായത് പേഷ്യന്റ് ഇപ്പൊ കുറച്ച് പേഷ്യൻസ് ഒക്കെ, ചില പേഷ്യൻസുകൾ കിടപ്പ് രോഗികളായിരിക്കും, ചിലപ്പോൾ സെൽഫായിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവർക്കും, അവർക്ക് അധികം ഒരു പരിചരണത്തിന്റെ ആവശ്യകത ഉണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ച് കുറഞ്ഞ പേഴ്സൺസിനെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ എങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ്സ് ആണ് വേണ്ടത്, ഇങ്ങനെയുള്ള പേഴ്സണെയാണ് ആ വിടവ് നികത്താനായിട്ട് വേണ്ടി വരുന്നത് എന്നുള്ള കണ്ടെത്തുന്ന ഒരു പ്രവർത്തനമാണ് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ നടക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഓരോ ലോസും മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ അപ്പോ സ്റ്റാഫിംഗ് പ്രോസസ്സും അതേപോലെ തന്നെ സ്റ്റാഫിംഗ് നടക്കുന്നുണ്ട്. പേഴ്സൺസിന്റെ, അതായത് നഴ്സുമാരുടെ അപ്പോയിന്റ്മെന്റ്സും അതേമാതിരി തന്നെ ആ വേക്കൻസി ഫില്ല് ചെയ്യുന്ന ഒരു പ്രവർത്തനം കൂടി നടത്തുന്നു.
അപ്പൊ ഒന്ന് വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിക്കായോ? എന്താണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ക്ലിയർ ആയോ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ഒന്നുകൂടി പറയാമോ ചോദിക്കുന്നുണ്ട്. ഓക്കെ, പറയാം. അപ്പൊ ഇതില് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിലാവുമ്പോൾ അവിടെ വേക്കൻസീസ് ധാരാളം വരങ്ങളുണ്ട്. ചിലപ്പോൾ ഡ്യൂട്ടിയിലായിരിക്കുന്ന നഴ്സുമാർക്ക് ചിലപ്പോൾ അവര് അവിടെ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോകേണ്ടതുണ്ടാവും. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വിപുലീകരിക്കുന്നത് മനസ്സിലാനുസരിച്ച് ചിലപ്പോൾ നഴ്സുമാരെ കൂടുതൽ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നുണ്ടാവുക. വ്യത്യസ്ത തരത്തിലുള്ള നഴ്സുമാരുടെ ആവശ്യകതയുണ്ടാകാം. ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ആവശ്യകത നഴ്സുമാരുടെ ആവശ്യകതയുണ്ടാവും. അപ്പൊ ഈ രീതിയിലുള്ള ആവശ്യകത മനസ്സിലാക്കിയിട്ട് എത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള നഴ്സിംഗ് സ്റ്റാഫുകളെ വേണം നമ്മള് അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടതെന്ന് വിലയിരുത്തേണ്ടത്. പിന്നെ ഏത് തരത്തിലുള്ള ഒഴിവുകളാണ് വന്നിരിക്കുന്നത്? നമുക്കറിയാം, നഴ്സിംഗില് വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്കാണ് ഒഴിവുകൾ വരുന്നത്, അതേമാതിരി തന്നെ ഏത് തരത്തിലുള്ള പേഴ്സൺസിനെയാണ് അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടത്, അവിടെ ആ ജോലി കൈകാര്യം ചെയ്യാൻ വേണ്ടി നിയമിക്കേണ്ടത്. അങ്ങനെ രണ്ട് തരത്തിലുള്ള കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ള ഒഴിവുകളാണ് ഉള്ളത്, ഇൻ കേസ് ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഏത് തരത്തിലുള്ള പേഴ്സൺസിനെയാണ് അവിടെ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കേണ്ടത്, ഏത് ക്വാളിഫിക്കേഷനും ഏത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ടും നടക്കുന്നത്. അതാണ് സ്റ്റാഫിംഗും സ്റ്റാഫിംഗ് പ്രോസസ്സും നടക്കുന്നത്. ഒന്ന് ഒഴിവുകൾ നികത്താൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ മറ്റൊന്ന് വ്യക്തികളെ കണ്ടെത്തുന്നതാണ്. അങ്ങനെ ആ രണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒന്നാണ് എന്ന് പറയുന്നത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് സ്റ്റാഫിംഗ് ഈസ് എ ലോജിക്കൽ ഓപ്പറേഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ഇൻഡിപെൻഡന്റ് ആക്ഷൻസ്. അതായത് ഇതൊരു യുക്തിപരമായിട്ടുള്ള പ്രവർത്തനമാണ് അല്ലെ. നമ്മൾ കണ്ടെത്തുകയും അപ്പോയിന്റ്മെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു യുക്തിപരമായിട്ടുള്ള പ്രവർത്തനമാണ്. അതെന്താ പറയുന്നത്? ഫസ്റ്റ് വൺ, റെക്കഗ്നൈസ് ദ ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് നഴ്സിംഗ് കെയർ റിക്വയർഡ് ബൈ ദ പേഷ്യൻസ്. അതായത് എത്രത്തിലുള്ള എന്തോരം പേഷ്യൻസ് ആണ് അല്ലെ, ആ പേഷ്യൻസിന് എത്രത്തോളം എമൗണ്ട്, എത്രത്തോളം എണ്ണം സ്റ്റാഫുകൾ വേണം, ഏത് തരത്തിലുള്ള നഴ്സുമാരെയാണ് വേണ്ടത് എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ഇതിൽ വീണ്ടും പറയുന്നു, സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിങ് എംപ്ലോയി ഫ്രം അവൈലബിൾ ആപ്ലിക്കേഷൻ. അപ്പൊ നിലവിലുള്ള ആപ്ലിക്കേഷൻസിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ കൃത്യമായിട്ടുള്ള പ്ലേസിലേക്ക് അപ്പോയിന്റ് ചെയ്യുക എന്നുള്ള രണ്ട് പ്രവർത്തനങ്ങൾ, ലോജിക്കലായിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് സ്റ്റാഫിംഗിൽ നടക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട കാര്യം തന്നെയാണ്. ഞാൻ ഇതിന്റെ എയിംസ് പറയുന്നുണ്ട്. എയിംസ് ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ട് വിത്ത് ഓൺ 3 ബേസിക് എലമെന്റ്സ്. അതിന്റെ ലക്ഷ്യങ്ങളിൽ പറയുന്ന ഒരു 2-3 പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ പറയുന്നു, ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസസ്. അതായത് പ്രധാനമായിട്ടും ഒരു എയിം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല ഗുണമേന്മയുള്ള സേവനം, പേഷ്യൻസിന് നല്ല ഗുണമേന്മയുള്ള സേവനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് അല്ലെങ്കിൽ സ്റ്റാഫിംഗ് പരിപാടികളൊക്കെ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് പോയിന്റില് സ്ട്രക്ചേർഡ് ബട്ട് ഫ്ലെക്സിബിൾ സ്റ്റിമുലേറ്റിംഗ് എൻവയറൺമെന്റ് വിത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആസ് വെൽ ആസ് ചാൻസ് ടു ഡെവലപ്പ് ദെയർ നോളജ് ആൻഡ് സ്കിൽ. അതേപോലെ നെക്സ്റ്റ് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഈ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ ചിലപ്പോൾ അതിന് നമ്മൾ നിയമിക്കുന്നതോടനുബന്ധിച്ച് ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് പരിപാടികളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി എന്താണ്, ഇവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമുക്കറിയാലോ, പഠിച്ച് ഫ്രഷ് ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റുഡൻസിനെയൊക്കെ കൊണ്ടുവന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് അത് പ്രാക്ടിക്കലി ചിലപ്പോൾ ഏബിൾ ആയിട്ട് വരുന്നില്ല. അപ്പൊ എന്താണ്, അവർക്കൊരു ട്രെയിനിങ് ഇതൊക്കെ വരുമ്പോഴാണ് അത് നന്നായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കിട്ടുന്നത്. ചില ഇതിലൊക്കെ അപ്പോയിന്റ്മെന്റ്സിലൊക്കെ എക്സ്പീരിയൻസും കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നടക്കുന്നത്. അപ്പൊ ഇൻ കേസ് മറ്റു ചിലതിലൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അവരെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ ഇതിൽ പറയുന്ന നെക്സ്റ്റ് ഒരു എയിം, ലക്ഷ്യം എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ബട്ട് ഫ്ലെക്സിബിൾ സ്റ്റിമുലേറ്റിംഗ് എൻവയറൺമെന്റ് വിത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആസ്
well as the chance to develop their knowledge and skill. അവരുടെ ആ സ്റ്റാഫിന്റെയൊക്കെ നോളജ്, അറിവും കഴിവും ഒക്കെ വർദ്ധിക്കാനായിട്ട് അല്ലെങ്കിൽ സംതൃപ്തിയോട് കൂടിയിട്ട് ജോലി ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളത്. നെക്സ്റ്റിൽ പറയുന്നു എ മാനേജ്മെന്റ് പ്രോസസ് കോസിംഗ് ആണ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് പാറ്റേൺ ഓഫ് നഴ്സിംഗ് കെയർ സർവീസ് ഇൻ ദ മോസ്റ്റ് പ്രകടന മാറ്റർ. ഇതിലൂടെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ എന്താണ് നല്ല രീതിയിൽ ഒരു പ്രോബ്ലം ഒന്നുമില്ലാതെ അല്ലെ നല്ല മിതമായ വ്യയത്തോട് കൂടിയിട്ട് അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു സ്റ്റാഫിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ചെറിയ ചെറിയ ആദ്യം ആപ്ലിക്കേഷൻസ് കണ്ടെത്തി അവരിൽ നിന്ന് അനലൈസ് ചെയ്ത് അവർക്ക് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നല്ല മിതമായ വ്യയം എന്നാണ്, മിതവ്യയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു നല്ല ഇതില് അല്ലെ നമ്മൾ അടിച്ചേൽപ്പിച്ച് തൊഴിൽ കൊടുക്കുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണ നല്ല രീതിയിൽ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. മാനേജ്മെന്റ് പ്രോസസ് കോസിംഗ് ആൻഡ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ്, കാര്യക്ഷമമായിട്ടും കാര്യപ്രാപ്തിയായിട്ട് കൂടിയിട്ടും നേഴ്സിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്ത് ഈ സ്റ്റാഫിംഗ് പ്രോസസ്സിലൂടെയൊക്കെ. അതുപോലെ തന്നെ മിതമായ വ്യയത്തിലൂടെ എന്ന് വെച്ചാൽ നല്ല മര്യാദ രീതിയിൽ ഇവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. ഇനി വീണ്ടും ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ് ആണ്. കണ്ടിന്യൂ ചെയ്തോട്ടെ. എല്ലാം ഈ പറഞ്ഞ പോയിന്റ്സിനെ തന്നെ ഇനി നമുക്ക് ഇതിങ്ങനെ പഠിച്ചു പോകുമ്പോഴെന്താണ് ഇതെന്താണ് ബേസ് ചെയ്യുന്നത്. ബേസിക്കലി സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് പേഴ്സൺസിന് അപ്പോയിന്റ്മെന്റ്സ് ചെയ്യുന്നതാണ്. കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് പേഴ്സൺ, അതാണ് നിങ്ങൾ ടീം ചെയ്ത് ഇരിക്കേണ്ടത്. ഒന്നും കൂടി പറയുന്നുണ്ട്. ഇതിന്റെ ലക്ഷ്യം, അതായത് ലക്ഷ്യം എന്ന് പറയുന്നത് നഴ്സിംഗ് കെയർ സർവീസസ്, ഹൈ ക്വാളിറ്റി നഴ്സിംഗ് കെയർ സർവീസസ്, നല്ല ഗുണമേന്മയുള്ള സർവീസ് സേവനം കാഴ്ചവെക്കുകയാണ്. സെക്കൻഡ് വൺ, എ സ്ട്രക്ചേർഡ് ബട്ട് ഫ്ലെക്സിബിൾ സ്റ്റിമുലേറ്റിംഗ് എൻവയറമെന്റ് വിത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആസ് വെൽ ആസ് ചാൻസ് ടു ഡെവലപ്പ് ദെയർ നോളജ് ആൻഡ് സ്കിൽ. അതായത് നമ്മളിങ്ങനെ സ്റ്റാഫിംഗ് ഒക്കെ നടത്തുന്നത് വഴി അവർക്ക് എന്താണ് ഒരു തൃപ്തികരമായ രീതിയിൽ ജോലി ചെയ്യാൻ, അതായത് കറക്റ്റ് പ്ലേസിലാണ് വ്യക്തിയെ നിയമിക്കുന്നത്, കറക്റ്റ് പേഴ്സണെ കണ്ടെത്തിയിട്ടാണ് നിയമിക്കുന്നത്. അപ്പൊ അവർക്ക് ആ ജോലിയോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവരെ കണ്ടെത്തിയിട്ട് അവരെ നിയമിക്കുന്നത്. അപ്പൊ അവർക്ക് സംതൃപ്തിയോട് കൂടിയിട്ട് ജോലി നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ ലക്ഷ്യം നേടിയെടുക്കാനും സാധിക്കും. ഇനി ഈ മാനേജ്മെന്റ് പ്രോസസ് കോസിംഗ് ആണ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് പാറ്റേൺ ഓഫ് നഴ്സിംഗ് കെയർ. നമ്മൾ നേരത്തെ പറഞ്ഞു അതിനനുസരിച്ചിട്ടുള്ള കുറെ മാനദണ്ഡങ്ങളും പോളിസികളൊക്കെ വെച്ചിട്ടാണ് ഇവർ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണ് ഒരു മിതമായ വ്യക്തിയിലൂടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരെയാണ് അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെ ബേർഡൻ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഒന്നും ഏൽപ്പിക്കുന്നില്ല. അവർക്ക് പറ്റുന്ന പ്ലേസുകളിൽ തന്നെ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുന്നു. അപ്പൊ മിതമായ വ്യയത്തിലൂടെയാണ് മാനേജ്മെന്റ് കാര്യക്ഷമമായിട്ട് ഈ പ്രവർത്തനങ്ങൾ നടപ്പാക്കി കൊണ്ടുപോവുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു ഇതിൽ പറയുന്നത്. മിതവ്യയം എന്നാണ് അതിന്റെ ഉദ്ദേശം. അതായത് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള എന്നുള്ള മീനിങ്. ഓക്കെ, ഇനി എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യാലോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. ഇതിലും എന്താണ് പ്രത്യേകിച്ച് പറയുന്നത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്. ഇതിൽ പറയുന്നത് ഇത് ഡിപെൻഡ്സ് ഓൺ ദ സ്യൂട്ടബിൾ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഗിവൺ ടു ദ നഴ്സിംഗ് സ്റ്റാഫ് ഫോർ ദ കൈൻഡ് ഓഫ് സർവീസ് ദേ ആർ ബീയിങ് മെയ്ഡ് റെഡി ഫോർ. അതായത് കൃത്യമായിട്ടുള്ള ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഓഫ് നഴ്സിംഗ് സ്റ്റാഫിൽ നമ്മൾ പറഞ്ഞായിരുന്നു. നല്ല കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള കൃത്യമായ എണ്ണങ്ങള് പേഷ്യൻസിന് എത്രത്തോളം വേണ്ടി വരും എന്നുള്ളത് ടെസ്റ്റ് മനസ്സിലാക്കിയിട്ടാണ് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെയാണ് അവിടെ കൈകാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയുള്ളൂ. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ സ്യൂട്ടബിൾ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഗിവൺ ടു ദ നഴ്സിംഗ് സ്റ്റാഫ് ഫോർ ദ കൈൻഡ് സർവീസ് ദേ ആർ ബീയിങ് മെയ്ഡ് റെഡി ഫോർ. ആ ഒരു സേവനം കാഴ്ചവെക്കാനായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള പേഴ്സൺസിനെയാണ് കറക്റ്റ് അളവിലാണ് തെരഞ്ഞെടുക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് യൂട്ടിലൈസേഷൻ, അതിന്റെ അവരുടെ ഉപയോഗം. ദ നഴ്സിംഗ് സ്റ്റാഫ് മസ്റ്റ് ബി അലോട്ടഡ് വർക്ക് ഇൻ സച്ച് എ വേ ദാറ്റ് ദ നോളജ് സ്കിൽ ആൻഡ് ആർ ബെസ്റ്റ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ദേ വെയർ ഇമ്പോർട്ടഡ് ഫോർ ട്രെയിൻഡ്. അവർക്ക് ഇങ്ങനെ നല്ല കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള പേഴ്സൺസിനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയാണ്.
അവർക്ക് ഇതിനോടൊപ്പം തന്നെ എന്താണ് ട്രെയിനിങ്ങും കൂടി കൊടുക്കും അല്ലെ. നമുക്ക് കുറച്ച് നാളത്തേക്ക് ഒരു ട്രെയിനിങ് കൂടി കൊടുത്തിട്ടാണ് ഇവർക്ക് അപ്പോയിന്റ്മെന്റ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവസരം കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ യൂട്ടിലൈസേഷൻ ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആയിട്ട് നെക്സ്റ്റ് സെക്കൻഡ് വൺ പറയുന്നത് നഴ്സിംഗ് സ്റ്റാഫ് മസ്റ്റ് ബി അലോട്ടഡ് വർക്ക് in such a way that the knowledge, skill acquired are best used for the purpose they were imparted or trained. അവർക്ക് കൃത്യമായ ട്രെയിനിങ് അവർക്ക് കൊടുത്തിരിക്കുന്ന മേഖലകളിൽ കൃത്യമായ ട്രെയിനിങ്ങും കാര്യങ്ങൾ കൊടുത്തിട്ട് മാത്രമേ അത് അവർക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള അലോക്കേഷൻ അവർക്ക് അനുവദിക്കുകയുള്ളൂ. The nursing staff must be allotted work in such a way that the knowledge, skill acquired അതിനനുസരിച്ചിട്ടുള്ള നോളജും കഴിവുകളും അവർ ചെയ്യേണ്ടതുണ്ട്. Used for the purpose they were imparted or trained. ട്രെയിനിങ്ങിന് ശേഷമാണ് ഇവർക്കത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കുന്നത്. അപ്പോ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ആദ്യം തന്നെ കണ്ടെത്തുന്നുണ്ട്. അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കാനായിട്ട് കറക്റ്റ് പ്ലേസ് കണ്ടെത്തിയിട്ടാണ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് അവർക്ക് വിത്ത് ട്രെയിനിങ് കൂടിയും കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ്ലി എത്രത്തോളം വ്യക്തികളെയാണ് അപ്പോയിന്റ്മെന്റ്സ് ചെയ്യേണ്ടത്, ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ നോക്കിയിട്ടാണ് അവരൊക്കെ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുന്നത്. സെക്കൻഡ്ലി അവരുടെ ഉപയോഗം അവരുടെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവരെ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. ആണ് ഇമ്പോർട്ടൻസ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെയാണോ? ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ സ്റ്റാഫിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി തരുന്നതാണ്. ഇനി അതിന് തന്നെ വേറൊരു ചെറിയൊരു ടോപ്പിക് കൂടെ ഉണ്ട്, സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. എന്താണ് സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗിൽ പറയുന്നത്? റെക്കഗ്നൈസ് ദ നഴ്സിംഗ് കെയർ അവേഴ്സ് നീഡഡ് ടു കെയർ ഫോർ എ പേഷ്യന്റ് ഫോർ എ ഡേ ഓർ ഫോർ എ ഷിഫ്റ്റ്. അതായത് നമുക്ക് ആവശ്യം നമുക്കറിയാം ഒരു ഹോസ്പിറ്റലാകുമ്പോൾ എന്താണ് 24 hours റണ്ണിങ് ആണ് അല്ലെ. അപ്പൊ ഓരോ വ്യക്തികൾക്കും ഓരോ ഡേയില് ഓരോ ഷിഫ്റ്റ് അനുസരിച്ച് ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ട്. Staffing relies on the capacity of a hospital standard provider, number of beds and different treatment services. അതായത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ ചില കപ്പാസിറ്റി ഉണ്ട് അല്ലെ. എത്രത്തോളം പേഷ്യൻസിനെയാണ് ബെഡ് കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമുക്കറിയാം അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ നമ്മൾ എത്രത്തോളം പേഷ്യൻസിനെ കണ്ടെത്തേണ്ടതുണ്ട്, എത്രത്തോളം പേഷ്യൻസിനെ സെർവ് ചെയ്യേണ്ടതുണ്ട് എന്നത് മനസ്സിലാക്കിയിട്ടാണ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നടത്തുന്നത്. അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റിയും കൂടി അതിൽ മനസ്സിലാക്കിയിട്ടാണ് ഈ പേഷ്യൻസിന് ഈ സ്റ്റാഫുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. In anticipating nursing workload, a manager must calculate not only the total number of patients to be cared for, but also the proportion in each category: self-care, minimal care, full care, intensive care, because care need differ from category to another. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഇത്ര ബെഡ് കപ്പാസിറ്റി നോക്കിയിട്ടാണ് അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ രീതി അല്ലെ. ചില പേഷ്യൻസിന് ഫുള്ളി സപ്പോർട്ടീവ് ആയിരിക്കും. ചിലപ്പോൾ സ്റ്റാഫുകളുടെ നല്ല ഒരു സാന്നിധ്യം ആവശ്യമായിട്ട് വരാം. ചിലപ്പോ കിടത്തി ചികിത്സിക്കുന്നവര് അല്ലെ, അവർക്ക് സെൽഫായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഫുഡൊന്നും നേരെ വണ്ണം സ്വന്തമായിട്ട് സ്വമേധയെ കഴിക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ നഴ്സുമാരുടെ ഡ്യൂട്ടി ഇച്ചിരി കൂടി കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ചെരിഞ്ഞ് കിടക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള ഡ്യൂട്ടികൾ അനുസരിച്ചിട്ടായിരിക്കണം അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കേണ്ടത്. അതാണ് പറയുന്നത് സെൽഫ് കെയർ, മിനിമം കെയർ, ഫുൾ കെയർ, ഇന്റൻസീവ് കെയർ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ എണ്ണം അതിനനുസരിച്ചിട്ട് ആ പേഷ്യൻസിന്റെ രീതി അനുസരിച്ചിട്ടാണ് അപ്പോയിന്റ്മെന്റ്സ് നടത്തേണ്ടത്. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് പറഞ്ഞാൽ ഏത് രീതിയിലുള്ള സ്റ്റാഫിംഗ് ആണ് വേണ്ടത്. അതായത് എത്ര പേഴ്സൺസിന് എത്ര ബെഡിന് എത്ര സ്റ്റാഫുകൾ വേണം. അതുപോലെ തന്നെ ഒരു പ്രധാനമുള്ള ഒരു കാര്യമാണ് ഏത് തരത്തിലുള്ള പേഷ്യൻസ് ആണ് അവര് എല്ലാം ഫുള്ളി നഴ്സുമാരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കേണ്ട, അതായത് അവരുടെ സാന്നിധ്യം ആവശ്യമുള്ളതാണോ അല്ലയോ എന്നത് കൂടി മനസ്സിലാക്കിയിട്ട് വേണം സ്റ്റാഫിംഗ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ കുറച്ച് ചെറിയ പോയിന്റ്സുകളാണ് സ്റ്റാഫിംഗ് എന്താണെന്നും അതേപോലെ സ്റ്റാഫിംഗ് പ്രോസസ്സ്, പിന്നെ വീണ്ടും നമ്മൾ പറയുന്നുണ്ട് ഇമ്പോർട്ടൻസും അതിന്റെ എയിം എന്താണ്, പിന്നെ സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് എന്താണ്. കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാഫിംഗ് നടത്തുക എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഫ്യൂച്ചറിലേക്കും ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഏത് പ്ലേസിലേക്കാണെന്നും കൂടി മനസ്സിലാക്കണം. ആ പ്ലേസ് ഒക്കെ മനസ്സിലാക്കുമ്പോൾ സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എത്രത്തോളം കപ്പാസിറ്റി ഉള്ള ഹോസ്പിറ്റലാണ്, അതനുസരിച്ചുള്ള സ്റ്റാഫുകളെ നിയമിക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ എത്തരത്തിലുള്ള പേഷ്യൻസ് ആണ്
അവർക്ക് മതിയായ രീതിയിലുള്ള സ്റ്റാഫുകളേക്ക് നിയമിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ഒരുപാട് സമയം ഇല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി വീണ്ടും അടുത്ത പോയിന്റും ഇതിനു ബന്ധപ്പെട്ട പോയിന്റ്സ് തന്നെയാണ്. എന്താണ് നമ്മൾ പറയുന്ന മറ്റൊരു ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിച്ച പോയിന്റ് തന്നെയാണ് അതിന് വരുന്നത്. ടൈപ്പ് ഓഫ് പേഷ്യന്റ് കെയർ ഇൻക്ലൂഡിങ്. പേഷ്യന്റ് കെയർ എന്ന് പറയുന്നത് എന്തൊക്കെ തരത്തിലാണ്? ഡയറക്റ്റ് കെയർ ഉണ്ട്, ഇൻഡയറക്റ്റ് കെയർ ഉണ്ട്. എന്താണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്? ഈസ് കെയർ ഗിവൺ ബൈ നഴ്സിംഗ് സ്റ്റാഫ് വൈൽ വർക്കിംഗ് ഇൻ ദ പ്രസൻസ് പേഷ്യന്റ് ആൻഡ് റിലേറ്റഡ് ടു ദ പേഷ്യന്റ് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റിക്വയർമെന്റ്സ്. ചില പേഷ്യൻസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോ അവർക്ക് ഓക്കെ ആയിരിക്കും, അവര് എബിൾ ആയിരിക്കും, ഒക്കെ എനിക്ക് നടക്കാനും ഇരിക്കാനൊക്കെ കുഴപ്പമില്ലായിരിക്കും, പക്ഷെ മെന്റലി അവര് റോങ് ആയിരിക്കും അല്ലെ. അവർക്ക് ചിലപ്പോൾ മരുന്ന് കഴിക്കാൻ പറയുന്ന സമയത്ത് അവർ ചിലപ്പോൾ കഴിക്കണമെന്നില്ല. അതല്ലെങ്കിൽ എന്താണ് അവർക്ക് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവർ ചിലപ്പോൾ ഇഞ്ചക്ഷന് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ കുറെ സമയം എടുത്തുനിന്ന് വരും. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് തന്നെ ഡ്യൂട്ടി ചെയ്ത് പോകാനായിട്ട് സാധിച്ചെന്ന് വരില്ല ആംബുലൻസുമാർ. അപ്പൊ അത്തരത്തിലുള്ള പേഴ്സൺസ് ആണെങ്കിൽ എന്താണ് അവർക്ക് കുറച്ച് സമയം കൂടി ചെയ്യേണ്ടി വരും ചില ഡ്യൂട്ടികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം സ്റ്റാഫുകളൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ഡയറക്റ്റ് കെയർ കൺസിസ്റ്റ് ഓഫ് ഫീഡിംഗ്, ട്രീറ്റ്മെന്റ്, മൊബിലിറ്റി ആൻഡ് മെഡിക്കേഷൻ. And the more dependent the patient is on the nurse to conduct the related activity, the more hours of nursing care is required for the patients. അതായത് നമ്മൾ ഡയറക്റ്റ് കെയർ ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മെഡിറ്റേഷൻ ആവശ്യമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്താ ഫീഡിങ്, ചിലപ്പോൾ സമയത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുണ്ട്, അപ്പൊ അവര് റൈസ് ട്യൂബ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ ഇച്ചിരി സമയമൊക്കെ എടുക്കേണ്ടി വരും. അതേപോലെ ട്രീറ്റ്മെന്റ്, നമുക്കിപ്പോ ഇഞ്ചക്ഷൻ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചെരിഞ്ഞ് കിടക്കാൻ പറ്റാത്ത പേഷ്യന്റ് ആണെങ്കിൽ എന്താണ് വളരെയധികം ആരെങ്കിലും സപ്പോർട്ട് കൂടി ഇതൊക്കെ ചിരിച്ച് കിടത്തി സമയത്തൊക്കെ വേണം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ. ഇതേമാതിരി തന്നെ എല്ലാ കാര്യങ്ങളും അവരുടെ ഇതാണെങ്കിലും ഡെയിലി പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആരെങ്കിലും സപ്പോർട്ടിങ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴും ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കളക്ട് ചെയ്യണമെങ്കിലും എല്ലാത്തിനും അവർക്ക് ചിലപ്പോൾ സമയം എടുക്കുന്ന വരും ഡയറക്റ്റ് കെയർ ആവശ്യമുള്ളവർക്ക്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് മാത്രമേ സ്റ്റാഫ് എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കാനും അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത് ദോസ് വെഞ്ചർ അണ്ടർടേക്കൺ ഓൺ ദ പേഷ്യന്റ് ബിഹാഫ് ബട്ട് റിമൂവ്ഡ് ഫ്രം ഹിസ് പ്രസൻസ്. അതായത് ഇവർക്ക് ഇവരുടെ പ്രസൻസ് ഇല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വരും അല്ലെ. അത് എന്തൊക്കെ കാര്യങ്ങൾ? ഇൻഡയറക്റ്റ് കെയർ കൺസിസ്റ്റ് ഓഫ് അസംബ്ലിംഗ് സപ്ലൈസ് and equipment, seeking advice with the other healthcare team members, writing and reading patients' records, reporting, constructing discharge plans, etc. അതായത് ഇവർക്ക് രോഗങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ പോകാം അല്ലെ, മറ്റു പേഷ്യൻസിനൊക്കെ ഇത് ചെയ്യാനൊക്കെ ആയിട്ട് പോകാം, സർവീസ് ചെയ്യാനായിട്ട് പോകാം. പക്ഷെ ഇവർക്ക് ചില കാര്യങ്ങൾക്ക് ആവശ്യമുണ്ടാവും അല്ലെ. ചില എക്യുപ്മെന്റ്സ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, മെഡിസിൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും ഓപ്പറേഷനും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറെ സംശയങ്ങൾ ഉണ്ടാവും. ചില ഉപദേശങ്ങളൊക്കെ ചോദിച്ചറിയേണ്ടതുണ്ടാവും. അതേമാതിരി തന്നെ എന്താണ് മെമ്പേഴ്സിനെ, ഹെൽത്ത് കെയർ മെമ്പേഴ്സിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതേമാതിരി തന്നെ റൈറ്റിംഗ് റീഡിംഗ് പേഷ്യൻസ് റെക്കോർഡ്സുകളൊക്കെ എഴുതി കൊടുക്കേണ്ടതുണ്ടാവും. ഇവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട മാറ്റേഴ്സ് ഒക്കെ എഴുതിയിരിക്കേണ്ടതുണ്ടാവും. ഇൻ കേസ് ഡിസ്ചാർജിന്റെ ടൈം ആണെങ്കിൽ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട കുറെ ഡീറ്റെയിൽസ് ഒക്കെ കൈകാര്യം ചെയ്തിരിക്കേണ്ടതുണ്ടാവും. പക്ഷെ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കൊന്നും ചിലപ്പോൾ ട്രീറ്റ്മെന്റ് നടത്തുന്നതിനും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഇൻഡയറക്റ്റ് കെയറിലുള്ള പേഷ്യൻസ്. ഡയറക്റ്റ് കെയറിലുള്ള പേഷ്യൻസിനെ അപേക്ഷിച്ച് അധികം സമയത്തിന്റെ ഒന്നും ആവശ്യകത ഉണ്ടാവില്ല. എന്നിരുന്നാലും ഇവരുടെ ഇത്തരത്തിലുള്ള ഡ്യൂട്ടി ചെയ്യുന്നതിന് ഇവരുടെ സമയം, നഴ്സുമാരുടെ സേവനം ആവശ്യം ഉണ്ടായിരിക്കും ചെയ്യും. അതാണ് ഇൻഡയറക്റ്റ് കെയറിൽ പറയുന്നത്. അങ്ങനെ ടൈപ്സ് ഓഫ് പേഷ്യന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കെയർ ആൻഡ് ഇൻഡയറക്റ്റ് കെയർ. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കാം. ഏതെങ്കിലും ഭാഗം സ്പീഡിൽ പോയി തോന്നണ്ടാവും.
നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും റിപ്പീറ്റേഷൻ വേണ്ട ഭാഗം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. കണ്ടിന്യൂ ചെയ്തോട്ടെ? ആണോ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? നിങ്ങൾ ആരും ഒരു റെസ്പോണ്ട് ചെയ്യാതിരിക്കരുത്. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? എന്തെങ്കിലും ഭാഗം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ടോ? കണ്ടിന്യൂ ചെയ്തോളാൻ പറയുന്നുണ്ട്. നമുക്കിപ്പോ സ്റ്റാഫ് ഡെവലപ്മെന്റിലേക്ക് നോക്കാം. എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ്? നമ്മളിപ്പോ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളും ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി സ്റ്റാഫിന്റെ ഡെവലപ്മെന്റ്, സ്റ്റാഫിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട മാറ്ററാണ് പറയുന്നത്. Staff development is the process which is directed towards the personal as well as professional growth of a nurse and other staffs while they are employed by the healthcare. അതായത് നമ്മൾ ആതുര ശുശ്രൂഷ കാര്യാലയത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ അവരുടെ സ്വന്തം, നമുക്കറിയാം, ഒരു അക്കാദമിക് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നഴ്സിംഗ് ഫീൽഡിലേക്ക് പോകുന്നത്, അതായത് ജോലിക്ക് പോകുന്നത്. അങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവരുടെ ആ നോളജ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, അല്ലെ, വികസിപ്പിക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ അവരുടെ കഴിവുകൾ വികസിപ്പിക്കേണ്ടതുണ്ട്. അവർക്ക് ഈ സ്റ്റാഫിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ചില ട്രെയിനിങ് ഒക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് അവർക്ക് നോളജ് അല്ലെങ്കിൽ അവരുടെ കഴിവുകളൊക്കെ ഒന്നും പഠിച്ചിരിക്കുന്ന മാറ്റേഴ്സും വിത്ത് പ്രാക്ടിക്കലി വരുമ്പോഴെന്താണ് അവർക്ക് നോളജും അതിന്റെ കഴിവുകളൊക്കെ വികസിപ്പിക്കാനായിട്ട് സാധിക്കും. സ്റ്റാഫ് ഡെവലപ്മെന്റ് ഇസ് എ പ്രോസസ്, അതിന്റെ ഒരു പ്രവർത്തനമാണ് which is directed towards the person as well as a professional growth. അവരുടെ തൊഴിൽപരമായിട്ടുള്ള ഒരു വളർച്ചയും കൂടിയാണ്. ആൻഡ് അതർ സ്റ്റാഫ് while they are employed by the healthcare, മറ്റ് എംപ്ലോയീസിൽ നിന്നും കുറച്ച് കാര്യങ്ങളെല്ലാം അവരെ ആർജിച്ചെടുക്കുന്നത്. അവരോടൊപ്പം തന്നെ തൊഴിൽ ചെയ്യുമ്പോൾ അവരുടെ അറിവും അവരുടെ എക്സ്പീരിയൻസുകളൊക്കെ മനസ്സിലാക്കി ഇവർക്ക് സ്വന്തം തൊഴിൽ വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിലുള്ളത്. It refers to all the training and education provided to enhance the job-related and personal knowledge, skills and mentalities of vested employees. അതായത് നമുക്കറിയാം, ഓരോ ഹോസ്പിറ്റലിലേക്ക് ആകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കഴിവും നോളജും മാത്രം പോരാ, അല്ലെ, നമുക്ക് മെന്റലി നല്ലൊരു ഒരു ഇതും കൂടിയും വേണം. അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ചില ഇതുകളൊക്കെ നമ്മൾ ഫേസ് ചെയ്യാനൊക്കെ ഒരു മനോധൈര്യം കൂടിയൊക്കെ വേണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ഫീൽഡിലുള്ള വ്യക്തികൾ, ആ വർക്കുമായി ബന്ധപ്പെട്ടവരോടൊപ്പം ചെറിയ തോതിലെങ്കിലും കുറച്ച് ദിവസമൊക്കെ ഡ്യൂട്ടി ചെയ്യുമ്പോഴെന്താണ് അവരുടെ നിന്ന് കുറെ നോളജ് നേടിയെടുക്കാൻ സാധിക്കും, അതോടൊപ്പം തന്നെ കഴിവുകൾ നേടിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ മനോധൈര്യവും മനോവീര്യവും ഒക്കെ മറ്റ് എംപ്ലോയീസിൽ നിന്നൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന്. It refers to all the training and education provided to enhance the job related, എല്ലാം തന്നെ ജോബുമായി ബന്ധപ്പെട്ടതായിരിക്കും. ആൻഡ് പേഴ്സണൽ നോളജ്, അവർക്ക് പേഴ്സണലായിട്ട് കുറെ അറിവുകൾ, സ്കില്ലുകള്, മെന്റലിറ്റീസ് ഓഫ് വെസ്റ്റഡ് എംപ്ലോയീസ്, അവരിൽ എംപ്ലോയീസിന്റെ ഉള്ളിൽ അത്രയും കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് സ്വായത്തമാക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ പറയുന്നത്. ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്താണെന്ന് നോക്കാം. എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. നമ്മളിപ്പോ ഇങ്ങനെ ഒരു ട്രെയിനിങ് ഒക്കെ ചെറിയ രീതിയിൽ ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോഴെന്താണ് അവര് അതിന് ആ ജോലിയോട് താല്പര്യവും അതേമാതിരി ഉത്സാഹത്തോടുകൂടി ചെയ്യാനൊക്കെയുള്ള ഇതൊക്കെ കിട്ടും. അപ്പൊ അവർക്ക് എന്താണ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി, തൊഴിലാളികൾക്ക് അവരുടെ ആ ഒരു ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ സർവീസ് ആണ്, നല്ല രീതിയിലുള്ള സേവനം കാഴ്ചവെക്കാനുള്ളത് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. Then ensure safe and actual patient care by nurse. അപ്പൊ നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു നല്ല കെയർ, ഒരു സംരക്ഷണം പേഷ്യൻസിന് കൊടുക്കാനായിട്ട് നഴ്സുമാരെ കൊണ്ട് സാധിക്കും. Then ensure satisfactory job performance by staff. സ്റ്റാഫുകളാല് നല്ല തൃപ്തികരമായ ജോലി കിട്ടാനായിട്ടുള്ള ഒരു ഉറപ്പ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതായത് ഇവർക്ക് ഇങ്ങനെ ട്രെയിനിങ്ങോട് കൂടിയിട്ടാണ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സംതൃപ്തി ഉണ്ടാവും. അതേമാതിരി തന്നെ നല്ല കെയറുള്ള ഒരു സർവീസ് കാഴ്ചവെക്കാൻ സാധിക്കും. സാറ്റിസ്ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സംതൃപ്തമായിട്ട് തന്നെ ജോലി കൈകാര്യം ചെയ്യാനായിട്ട്, ജോലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. Then orient the person towards their care objectives, job duties, personal policies. അതായത് ഇതിലെന്താ പറയുന്നത്, അവർക്ക് നല്ല ഒരു രീതിയിൽ നല്ല ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലി ഏതാണോ വിചാരിച്ചിരിക്കുന്ന ഏൽപ്പിച്ചിരിക്കുന്ന ജോലി
അത് നല്ല രീതിയിൽ നല്ല നയങ്ങളോട് കൂടിയിട്ട് ചെയ്തു തീർക്കാനൊക്കെ ആയിട്ടുള്ള ഒരു നേതൃത്വ പാഠവും അവർക്ക് കിട്ടും അല്ലെ. നമ്മള് ഒരു വ്യക്തികളോട് കൂടിയിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ എന്താണ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനോട് കൂടിയിട്ടാണ് ട്രെയിൻ ചെയ്യുന്നതെങ്കിൽ അവരിൽ നിന്ന് കുറെ നല്ല കാര്യങ്ങൾ ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ലക്ഷ്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ ജോലി എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ അല്ലെങ്കിൽ നയങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള നയങ്ങളനുസരിച്ചിട്ടാണ് ഈ ജോലിയൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ആർജിച്ചെടുക്കാനായിട്ട് സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട് സാധിക്കും. അതെല്ലാം ഒബ്ജക്റ്റീവ്സ് ആണ് എന്ന് പറയുന്നത്. ഇനി വീണ്ടും ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ഉണ്ട്. നിങ്ങൾ ഇതും കൂടി ജസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ കുറച്ച് മേഖലയും കൂടി ക്ലിയർ ആയിട്ട് ഒരു കിട്ടും. അപ്പോ അതിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കണേ. ഞാൻ എന്തായാലും ഇതും കൂടി ഒന്ന് പറഞ്ഞു തുടങ്ങട്ടെ. അപ്പോ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ക്ലാരിറ്റി കിട്ടും. ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ ട്രെയിനിങ്. അതായത് നമ്മളൊരു സ്റ്റാഫിനെ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുന്നു. കറക്റ്റ് പ്ലേസിലാണ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇനി അവർക്ക് അങ്ങനെ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുമ്പോൾ എന്താണ് കുറച്ച് ട്രെയിനിങ് ചിലപ്പോൾ 1-2 മാസത്തേക്കായിരിക്കും, ചിലപ്പോൾ ഓരോ വീക്ക്, അങ്ങനെ കുറച്ച് എത്രത്തോ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഇതനുസരിച്ചിട്ടായിരിക്കും. എന്തായാലും ഇൻഡക്ഷൻ ട്രെയിനിങ്ങിന് എന്താ കൊടുക്കുന്നത്? ഇസ് എ ട്രെയിനിങ് given to new employee by the employer in order to help in adjustment to their new job and familiarities with their new work environment and the people who are working around them. അതായത് ചുറ്റുവട്ടം ജോലി ചെയ്യുന്നവരോടൊപ്പം തന്നെ ഇവർക്ക് ഡ്യൂട്ടി ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. അതായത് പുതിയ എംപ്ലോയി ആണെങ്കിലും അവർക്ക് ജോലി ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് ആ ഡ്യൂട്ടിയിലെ എല്ലാ കാര്യങ്ങളും ഏതൊക്കെ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കണം, അത് ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ പേഴ്സൺസ് ആണ് അവിടെ ഇപ്പൊ നിലവിലുള്ളത്, അവരോടൊപ്പം തന്നെ വർക്ക് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു അവയർനെസ് അല്ലെ അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കണേന്നുള്ള ക്യാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൽ കൊടുക്കുന്നത്. അതായത് ഡ്യൂട്ടി ചെയ്യുന്ന പേഴ്സണ് മറ്റു വ്യക്തികളോടൊപ്പം തന്നെ ഡ്യൂട്ടിക്ക് ട്രെയിനിങ് എന്ന രീതിയിൽ വിടുകയാണ്. അങ്ങനെ വരുമ്പോൾ അവരുപയോഗിക്കുന്ന എക്യുപ്മെന്റ്സും അവരുപയോഗിക്കുന്ന ഏതൊക്കെ രീതിയാണോ ആ രീതിയിലൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ടു ഹെൽപ്പ് അഡ്ജസ്റ്റ്മെന്റ് ടു ദിയർ ന്യൂ ജോബ്, പുതിയ ജോബിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പ്രാപ്തനാകുന്നു. ആൻഡ് ഫെമിലിയർ വിത്ത് ദിയർ ന്യൂ വർക്ക് എൻവയൺമെന്റ്, ആ ചുറ്റുപാട് പുതിയ വർക്ക് ചുറ്റുപാടിലേക്ക് ഇഷ്ടം മമത ഉണ്ടാവാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. ആൻഡ് ദ പീപ്പിൾ ഹു ആർ വർക്കിംഗ് അറൗണ്ട്, നമ്മോടൊപ്പം ചെയ്യുന്ന വ്യക്തികളെ കൂടി മനസ്സിലാക്കിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൽ കിട്ടുന്നത്. പിന്നെ ജോബ് ഓറിയന്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് മേക്കിംഗ് അവെയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓഫ് ഹിസ് റോൾ, റെസ്പോൺസിബിലിറ്റി ആൻഡ് റിലേഷൻഷിപ്പ് ഇൻ ദ ന്യൂ വർക്ക് സിറ്റുവേഷൻസ്. അതായത് നമ്മൾക്കൊരു പുതിയ വർക്കിംഗ് സിറ്റുവേഷനിലാണ് അപ്പോയിന്റ്മെന്റ്സ് കിട്ടിയിരിക്കുന്നത്. ആ വർക്കിംഗ് ഇതിന് കൊടുക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം കൂടി ഏൽപ്പിക്കുകയാണ്. അതായത് ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് ചിലവ് പക്ഷേ ഒരുപാട് എല്ലാ ഡ്യൂട്ടികളും ഏൽപ്പിക്കുന്നുണ്ടാവില്ല, കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കുകയാണ്. It is the individual training program aimed to get a newly hired employee more familiarized with their responsibility. അപ്പൊ നമ്മൾ ഉത്തരവാദിത്തത്തിനോട് ഒന്നും കൂടി അറ്റാച്ച് ചെയ്ത് പോകാൻ അല്ലെ അത് മനസ്സിലാക്കിയെടുത്ത് അതിനോട് നടപടിക്ക് പോകാനായിട്ടുള്ള ഒരു അവസരം കിട്ടുകയാണ്. എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏൽപ്പിച്ചില്ലെങ്കിലും കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ എന്താണ് അത് ഒന്ന് അതിനോട് അനുയോജ്യമായപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യാനായിട്ട് സാധ്യമാക്കും. ഇപ്പൊ കൂടുതൽ ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്യാൻ ഒരു അവസരം ആകുമ്പോൾ കൂടുതൽ ജോലി ഏൽപ്പിച്ചാലും അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റേതില് റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല, അവരോടൊപ്പം തന്നെ ഒരു ട്രെയിനിങ് എന്ന രീതിയിലുള്ള ഇതുള്ളൂ. അതേസമയം ജോബ് ഓറിയന്റേഷനിൽ ചില ഉത്തരവാദിത്തങ്ങളും കൂടി ഏൽപ്പിക്കുന്നുണ്ട്. ഇനി സർവീസ് എഡ്യൂക്കേഷൻ, ഇതിലെന്താ പറയുന്നത്? ആൻ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് planned before to provide in the job setting and closely identified with the service in order to help a person discharge his duties more effectively and as a person and a worker. അതായത് വർക്കർ എന്ന നിലയിലോ അല്ലെങ്കിൽ പേഴ്സൺ എന്ന നിലയിലോ കുറച്ച് നല്ല രീതിയിൽ ഒരു മറ്റുള്ള വ്യക്തികൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ കുറച്ച് എഡ്യൂക്കേഷൻ നോളജും കൂടി നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് കൊടുക്കുന്നത്. ഇതിലൂടെ പിന്നെ വീണ്ടും പറയുന്നത് പ്ലാൻഡ് ഇൻസ്ട്രക്ഷൻ ഓർ എ ട്രെയിനിങ് പ്രോഗ്രാം ഗിവൺ ബൈ എംപ്ലോയി ഏജൻസി ഇൻ എംപ്ലോയ്മെന്റ് സെറ്റിംഗ്. അതായത് കുറെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഇതിന് ഇങ്ങനെയുള്ള രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്,
ഈ രീതിയിലാണ് ഈ ഡ്യൂട്ടി ചെയ്യേണ്ടത്. അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കൂടിയും കൊടുത്തിട്ട് കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി കൊടുത്തു. ഉത്തരവാദിത്വത്തിന് പകരം നിർദ്ദേശത്തോടു കൂടിയിട്ട് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ പേഷ്യന്റ് വന്നാൽ ഈ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സെക്കൻഡ് നെക്സ്റ്റ് ഇങ്ങനെ രീതിയിൽ ചെയ്യണം. ഇപ്പൊ ഈ സമയത്തിന് നിങ്ങൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾ ഇതാണ്. അങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് സേവനങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയാണ് എന്താ പറയുന്നത് സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള പഠനം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഡ്യൂട്ടിയിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന രീതിയാണ് എന്താ സർവീസ് എഡ്യൂക്കേഷൻ. ഇനി കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഉണ്ട്. Is all the learning activities that happen after an individual has completed his basic education. It involves in planned learning experience beyond a basic nursing education programs. അതായത് നമുക്കറിയാം ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ നമ്മൾ ജസ്റ്റ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എന്താണ് കുറച്ച് നാളത്തേക്ക് ട്രെയിനിങ് എന്ന നിലയിൽ എന്താണ് ഇന്റേൺഷിപ്പും കുറച്ച് കഥകളൊക്കെ കൊടുക്കും. അപ്പൊ അതിലൂടെ എന്താണ് അവർക്ക് ബേസിക് എഡ്യൂക്കേഷൻ മാത്രമേ നേടിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എന്താണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആണ് എന്റെ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. അതിലൂടെ അവർക്ക് എന്താണ് ട്രെയിനിങ് കിട്ടുന്നുള്ളതായിട്ടാണ് പറയുന്നത്. അപ്പം 4 തരത്തിലുള്ള സ്റ്റാഫ് ഡെവലപ്മെന്റ് രീതികളുണ്ട്. ഒന്ന് ഇൻഡക്ഷൻ ട്രെയിനിങ്, then ജോബ് ഓറിയന്റേഷന്, then സർവീസ് എഡ്യൂക്കേഷന്, then കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഇതൊന്നും എന്താണ് ബെനിഫിറ്റിന്റെ കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. ബെനിഫിറ്റ് മീൻസ് എന്തെങ്കിലും സാലറിയോ പാക്കേജസിന്റെ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നു. നിങ്ങൾ വായിച്ചു നോക്കാം. സർവീസ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ ജോബ് ഓറിയന്റേഷൻ തുടങ്ങിയ ഒന്നുകൂടെ പറയാം. ഇതാണ് the process of making aware of an individual or his or her roles. അതായത് അവരുടെ റോള്, ഒരു ഡ്യൂട്ടി നമുക്കറിയാം. ഒരു ജോലി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് നമ്മളോട് എംപ്ലോയർ പറയും അല്ലെ, എന്താണ് ഡ്യൂട്ടി എന്നുള്ള കാര്യങ്ങൾ അവരോട് പറയും. റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്പ്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ റിലേഷൻഷിപ്പ്, ആരോടെ ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. അതായത് പേഷ്യൻസിനോട് നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം, നമ്മുടെ മേലധികാരികളോട് നല്ല ബന്ധം ഉണ്ടായിരിക്കണം, ഡോക്ടേഴ്സിനോട് ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അങ്ങനെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ന്യൂ വർക്ക് സിറ്റുവേഷൻ, ആ വർക്കിലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്തൊക്കെ റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട്, എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അതേമാതിരി എന്തൊക്കെ റോളുകളാണ് നമ്മുടെ അതായിട്ടുള്ള റോളുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. It is an individual training program meant to get a newly hired employee more familiarized with the responsibility. ഇത് എങ്ങനെയാണ് സാധ്യമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി, അവരില് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ, അതായത് ഒരു എംപ്ലോയീസിനെ കൊണ്ടുവന്ന റോളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. This is an individual training program meant to get a newly hired employee more familiarized with their responsibility. അവർക്ക് റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം ആണ് എന്താ ഇതിനോട് കൂടിയിട്ട് ഫെമിലറൈസ് എന്ന് വെച്ചാൽ അതിനോട് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവും ട്രെയിനിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് റിലേഷൻഷിപ്പും എന്താണ്, അതേമാതിരി റോളും എന്താണെന്ന് തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ കുറച്ച് രീതിയിലുള്ള ചില ഉത്തരവാദിത്തങ്ങൾ കൂടി അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. ചിലപ്പോ എന്തെങ്കിലും ഫസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റേഴ്സ് ഒക്കെ ചെയ്യണം എന്നുള്ള ഉത്തരവാദിത്തം അവർക്ക് റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഡ്യൂട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ഗ്യാപ്പ് കൂടി പിന്നീടായിരിക്കും അവർക്ക് ഫുൾ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുമ്പോൾ അവർ എല്ലാ ഡ്യൂട്ടീസും ചെയ്യേണ്ടി വരും. ആദ്യം ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തോടൊപ്പം സാധാരണ രീതിയിലുള്ള എല്ലാ ജോലികളും ചെയ്ത് സാധാരണ അവർക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധ്യമാക്കുന്നു. ക്ലിയർ ആയോ? പിന്നെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, അവിടെ ഒരു തേർഡ് ചോദിച്ചായിരുന്നു ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. സർവീസ് എഡ്യൂക്കേഷനും കൂടി പറഞ്ഞേക്കാം. ആൻ എഡ്യൂക്കേഷണൽ experience planned before to provide in the job setting and closely identified with the service in order to help a person
discharge his duties more effectively as a person and as a worker. അതായത് വർക്കർ എന്ന നിലയിലും എന്താണെങ്കിലും നമ്മൾ എന്താണ് നമ്മുടെ സേവനം അത് നന്നായിട്ട് തന്നെ മറ്റുള്ളവർക്ക് പേഴ്സൺസിന് കാഴ്ചവെക്കേണ്ടതുണ്ട്. തന്റെ എക്സ്പീരിയൻസോട് കൂടിയിട്ട് തന്റെ എഡ്യൂക്കേഷനോട് കൂടിയിട്ട് സേവനം കാഴ്ചവെച്ചാൽ മാത്രമേ നമുക്ക് ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ജസ്റ്റ് എ പ്ലാൻഡ് ഇൻസ്ട്രക്ഷൻ ഓർ ട്രെയിനിങ് പ്രോഗ്രാം ആണ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഒരു ഇൻസ്ട്രക്ഷനോട് കൂടി ചില നിർദ്ദേശങ്ങളോട് കൂടിയിട്ട് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമോട് കൂടിയിട്ട് എംപ്ലോയീസിന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഇപ്പൊ നമ്മള് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കില്ല എന്ന് പറഞ്ഞ മാതിരി തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പാലിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അവരവരുടെ ഡ്യൂട്ടിയെ കുറിച്ചിട്ട് മനസ്സിലാക്കി കൊടുക്കും. അതേമാതിരി തന്നെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നതിന്റെ അനുസരിച്ച് തന്നെ ഇവർക്ക് ജോലി എന്താണെന്നുള്ളത് മനസ്സിലാക്കി പോകും. ഇനി അതേമാതിരി തന്നെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പ്രാക്ടിക്കലി ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. അതായത് പ്രാക്ടിക്കലിയും കൂടിയും അവർ ഏബിൾ ആയി കഴിയുമ്പോൾ എന്താണ് അവരുടെ ജോലി സ്വന്തമായിട്ട് ചെയ്യാൻ ജോലിയിലേക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. Is the all learning activities that happen after individual has completed his basic education. ഡിഗ്രി യോഗ്യതകളൊക്കെ നേടിയിട്ടുണ്ടാവും. It involves a planned learning experience beyond a basic nursing education program. അതിനുശേഷം എന്താണ് നമ്മളുടെ എക്സ്പീരിയൻസ് അതും കൂടി നേടിയെടുക്കേണ്ടതുണ്ട്. ബേസിക് എഡ്യൂക്കേഷൻ പ്രോഗ്രാമോട് കൂടിയിട്ട് അത് നേടിയെടുക്കുന്നതാണ് കണ്ടിന്യൂസ് പ്രാക്ടിക്കലിലൂടെ നേടിയെടുക്കുന്നതാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഉള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ആണ്. എന്തായാലും ഒന്ന് രണ്ട് ഒരു ചെറിയ മാറ്റേഴ്സ് ഉള്ളു. പിന്നുള്ളത് നമുക്ക് നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് പ്രൊഫഷൻസ് ആണ്. അത് മൊത്തത്തിലേ ഉള്ള ഒരു ഇതാണ്, പോർഷൻ ആണ്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു പോർഷൻ കൂടി എടുക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങൾക്ക് എക്സാമിനുള്ളിൽ തീർക്കാനുള്ള ഭാഗങ്ങളാണ് ഈ രണ്ട് പോർഷൻസ്. ഒരു പോർഷൻസ് എന്ന് പറയുന്നത് ഡയറ്ററി സർവീസ് ആണ്. ഡയറ്ററി സർവീസ് ആരെടുത്തിട്ടില്ലല്ലോ? ഡയറ്ററി സർവീസ് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ആ ഒരു ഇതും കൂടി കഴിഞ്ഞാല് നിങ്ങളുടെ അത്യാവശ്യം പോർഷൻസ് എല്ലാം കവർ ചെയ്ത് കഴിയില്ലേ? എല്ലാവരും ബാക്കിയെല്ലാം തുടങ്ങി വെച്ച് ബ്ലഡ് ബാങ്ക് കൊണ്ടുവന്നു. ബ്ലഡ് ബാങ്ക് കൊണ്ടുവന്നു. ഒന്ന് രണ്ട് പോർഷൻസ് അല്ലേ ഉള്ളൂ. ഇനി ഡയറ്ററി സർവീസും ബ്ലഡ് ബാങ്കും കൂടി അല്ലേ ഇരിക്കാത്തതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒന്ന് ഡയറ്ററി ഒന്ന് ബ്ലഡ് ബാങ്ക്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന്റെ 3 മന്തിനുള്ള എക്സാമിന് ഉള്ള പോർഷൻസ് എടുത്ത് തീർക്കാം. എന്തായാലും നമുക്ക് ഈ ചെറിയ രണ്ട് ടോപ്പിക് കൂടെ തീർക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് നമ്മളിപ്പോ കണ്ടായിരുന്നു. സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് മനസ്സിലാക്കിയല്ലോ. അതിന്റെ ഗുണങ്ങൾ എന്താണ്? ജനറേറ്റ് എ പോസിറ്റീവ് ഓർഗനൈസേഷൻ ക്ലൈമറ്റ്. അപ്പൊ നല്ല ഒരു ക്ലൈമറ്റ് ജോലി ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം ജനിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് അപ്രോച്ച്മെന്റ് ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. Then facilitate opens channel of communication. നമ്മളിപ്പോ കണ്ടായിരുന്നു വ്യത്യസ്ത വ്യക്തികളൊക്കെ ആയിട്ട് ആശയവിനിമയമൊക്കെ നടത്താനൊക്കെ ഉള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരുന്നു ഈ ട്രെയിനിങ് ഒക്കെ കിട്ടുന്നതോടൊപ്പം തന്നെ. അപ്പൊ അതെന്താണ്? ഫെസിലിറ്റേറ്റ് ഒരു സൗകര്യം ഒരുക്കുന്നു. ഓപ്പൺ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നടത്താനുള്ളൊരു സൗകര്യം ഒരുക്കുന്നു. Then pass over ഓർഗനൈസേഷൻ മെസ്സേജ് ടു വർക്കേഴ്സ്. വർക്കേഴ്സിന്റെ ഇടയിൽ എന്തെങ്കിലും സന്ദേശങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരേണ്ടതുണ്ടെങ്കിൽ മനസ്സിലാക്കി തരാനാണ്. അല്ലെങ്കിൽ ഇതാണ് ഒക്കെ മെസ്സേജ് ഒക്കെ പാസ് ഔട്ട് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നു. then easy access of a knowledge system. അതായത് സഹപ്രവർത്തകരിൽ നിന്ന് നല്ല രീതി പെട്ടെന്ന് തന്നെ നമുക്ക് അറിവ് സമ്പാദിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം എല്ലാ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ പ്രോസസ്സിലൂടെ കിട്ടുന്ന ഗുണങ്ങളാണ്. ഓക്കെ അല്ലേ? ജനറേറ്റ് പോസിറ്റീവ് ഓർഗനൈസേഷൻ ക്ലൈമറ്റ്, facilitate opens the channel of communication, pass over organizational message to workers, easy access to knowledgeable colleges. അവർക്ക് സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്ന്
നല്ല നോളജ് എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് അവർക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നു എന്നത്. ഇനിയുള്ളത് ഒരു ചെറിയൊരു ഭാഗമാണ് റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. കണ്ടിന്യൂ ചെയ്തോട്ടെ. എന്താണ് അഡ്വാൻറ്റേജസ് നോക്കിയല്ലേ. ഇനി അതിൽ പറയുന്നത് റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണെന്നുള്ളതാണ് പറയുന്നത്. യൂസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു ലേൺ ന്യൂ സ്കിൽസ് ഓർ ഇൻഫോർമേഷൻസ്. അപ്പൊ അതായത് ഇതില് അഡ്മിനിസ്ട്രേറ്റർ എന്താണ് പ്രവർത്തനം സ്റ്റാഫ് ഡെവലപ്മെന്റില് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു ലേൺ ന്യൂ സ്കിൽ ഓർ ഇൻഫോർമേഷൻസ്. പുതിയ കഴിവുകളും അല്ലെങ്കിൽ ഇൻഫോർമേഷൻസും വിവരങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് എംപ്ലോയീസിനെ സജ്ജമാക്കാൻ, അവരെ പഠിപ്പിച്ചെടുക്കാനായിട്ടുള്ള തത്വങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ ഉള്ള കാര്യങ്ങൾ സ്റ്റാഫ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേറ്റർ സാധിക്കും. നമ്മൾ പറഞ്ഞായിരുന്നു കുറെ നോംസ് അല്ലെ, മാനദണ്ഡങ്ങളും പ്ലാനുകളൊക്കെ ഉണ്ടാക്കുന്നത് അവരാണ്. അപ്പൊ പുതിയ നോളജും സ്കില്ലുകൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ നോളജ് നേടിയെടുക്കാം എന്നൊക്കെയുള്ള ഒരു തത്വങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. Then use teaching technique that strengthen staff. അതായത് ടീച്ചിങ് ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് തന്നെ ആ ഒരു അവരുടെ സ്റ്റാഫുകളുടെ ശക്തി അതിനെ നമുക്ക് സ്ട്രെങ്ത് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ടീച്ചിങ് ടെക്നിക്ക് ദാറ്റ് സ്ട്രെങ്തൻ സ്റ്റാഫ്. അപ്പൊ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്കൊക്കെ എന്താണ് ടീച്ചിങ് എല്ലാ രീതിയിൽ നിങ്ങൾ അങ്ങനെ ട്രെയിനിങ് ചെയ്യുമ്പോൾ അല്ലെ, ഇടയ്ക്കിടയ്ക്കൊക്കെ അഡ്മിനിസ്ട്രേറ്ററിന് ടീച്ചിങ് ടെക്നിക്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ ശക്തി കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. Then continuously assess the learning needs of each unit. എപ്പോഴും നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കണം അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ യൂണിറ്റിനെയും കൃത്യമായിട്ട് മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം പല ഡിപ്പാർട്ട്മെന്റുകളാണ് ഉള്ളത്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കി ഓരോന്നിനെയും കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചെടുക്കാനൊക്കെ വേണ്ടി സ്റ്റാഫ് ഡെവലപ്മെന്റ് അസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി എടുക്കുക. അസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയിരുത്തുക, അസസ്മെന്റ് നടത്തുക എന്ന് പറയുന്നത്. അസസ്മെന്റ് വിലയിരുത്തുക, കണ്ടിന്യൂസ്ലി വിലയിരുത്താനായിട്ട് സാധിക്കും. ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ്, ഓരോ യൂണിറ്റിന്റെയും ആവശ്യകത എന്താണെന്നുള്ളത് വിലയിരുത്തി കൊണ്ടുപോകാനായിട്ട്. നമുക്കറിയാമല്ലേ ഈ അഡ്മിനിസ്ട്രേറ്റർ ആണ് എത്രത്തോളം പേഴ്സൺസിന് ആവശ്യമായിട്ട് വരും, ഏത് പ്ലേസിലാണ് അപ്പോയിന്റ്മെന്റ്സ് വേണ്ടതെന്നൊക്കെ മനസ്സിലാക്കിയത്. അപ്പൊ ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന പേഴ്സൺസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഓക്കെ ഇവരെ ഒക്കെ ആവും, ഇവരിങ്ങനെ സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോസസ് നടത്തുമ്പോൾ ഇവര് ഇവേബിൾ ആവും, ഇവര് ഇത്ര ജോലി ചെയ്ത് പൊക്കോളും, ഇനി ഈ വേക്കൻസി നമുക്ക് ഇങ്ങനെ നികത്തി പോകാനായിട്ട് സാധിക്കും. ഇനി അല്ലെങ്കിൽ വേറെ പേഴ്സണെ കണ്ടെത്തേണ്ടി വരും, ഇത്ര പേഷ്യൻസിനെ ഇവർക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഈ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇവിടെ ചിലപ്പോൾ വീണ്ടും അപ്പോയിന്റ്മെന്റ്സിന്റെ ആവശ്യകത ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള കണ്ടിന്യൂസ്ലി അസസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ്. ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിഷ്യൻസി. അതായത് ഇവർക്ക് എന്തെങ്കിലും അല്ലെ വൈദഗ്ധ്യക്കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിഷ്യൻസി. അപ്പൊ അതിനനുസരിച്ചിട്ട് ലീഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്തെങ്കിലും വൈദഗ്ധ്യക്കുറവുകൾ, ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ കുറവാണ്. leads the employees regarding knowledge and skill deficit. സ്കില്ലിന്റെ ഒക്കെ ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ അതിനെ ലീഡ് ചെയ്യാൻ, അതിപ്പോ ഇങ്ങനെ നിങ്ങൾ പരിഹരിച്ചു പോകണം എന്നൊക്കെ ലീഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് സാധിക്കും എന്നുള്ളത്. ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ചു പോകാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ ഓരോ ഇതിലും എന്താണെന്നുള്ളത് ഓരോ യൂണിറ്റിലും അസസ്മെന്റ് ചെയ്തു പോകാനായിട്ടൊക്കെയുള്ള സാധ്യതയുണ്ട്. അതേമാതിരി തന്നെ സ്റ്റാഫുകളുടെ ശക്തി അവർക്ക് ഏതെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ച് ടീച്ചിങ് ടെക്നിക്ക് കൊടുത്ത് അവർക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ സ്ട്രോങ് ആക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് കുറച്ച് ചില തത്വങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ടും സാധിക്കും എന്നുള്ളതാണ് റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റിൽ പറയുന്നത്. ഓക്കെ ആണോ? നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ചോദിക്കാം.
ഇനിയുള്ള മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലെ തന്നെ നഴ്സിംഗ് ഹയറാർക്കിയാണ്. അതായത് ഡയറക്ടറും സൂപ്രണ്ടന്റും നഴ്സറി സൂപ്പർവൈസറും ഇൻചാർജും നഴ്സും അസിസ്റ്റന്റ് ഇതെല്ലാവരുടെയും അവരെ എന്താണോ ഓരോരുത്തരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് എന്താ പറയാ വലിയ കുഴപ്പമില്ലാതെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ, നമ്മൾ ഹോസ്പിറ്റലൊക്കെ ചെയ്യുമ്പോൾ വിവിധ പോസ്റ്റിലുള്ള നഴ്സുമാരെ നമ്മൾ കാണാം. ഡയറക്ടറുടെ പോസ്റ്റിലും സൂപ്രണ്ടന്റിന്റെ പോസ്റ്റിലും അതുപോലെ സൂപ്പർവൈസർ നഴ്സിംഗോ നേഴ്സിംഗ് ഇൻചാർജുള്ള നഴ്സുമാരൊക്കെ കാണാം. അവരുടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഭാഗത്ത് നിന്നുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. പൂന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ലേബർ ചെയ്തിട്ടായിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻസും ചോദിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്തായാലും ഈ ഒരു ഭാഗം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോകണം. ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ഏത് നഴ്സാന്നുള്ളത് വരുമ്പോൾ ഓപ്ഷനിൽ വരുമ്പോൾ നമ്മൾ കറക്റ്റ് സ്റ്റാഫ് നഴ്സാണോ, ബേസിക് അസിസ്റ്റന്റ് ആണോ, സൂപ്രണ്ടന്റ് ആണോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകണം. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിയും. കുറച്ചുണ്ട് അത് ഹയറാർക്കി മൊത്തം പഠിച്ചെടുക്കാനല്ല. എന്തായാലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഈ ചാപ്റ്റർ PDF നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനൊരു ഇലക്ട്രിക് സർവീസ് ആവുകയാണോ? ഓക്കെ, ഇന്നടുത്ത് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ ചോദിക്കാം. ഇതാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലും സ്റ്റാഫിംഗ് പ്രോസസ്സും പിന്നെ ഡെവലപ്മെന്റും പിന്നെ കുറച്ചുള്ള ടേംസ് കാണാം അല്ലെ. സിസ്റ്റം സ്റ്റാഫിംഗ് എന്താണ്, ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ് എന്താണ്, കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നഴ്സിംഗ് ഹയറാർക്കി തുടങ്ങിയാലും എങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിന്റെ സമയം. തുടങ്ങിയിട്ടോ നമുക്ക് തുടങ്ങി വെക്കണോ നഴ്സിംഗ് ഹയറാർക്കി ആൻഡ് ഫങ്ഷൻസ്? സ്റ്റാഫിംഗ് പ്രോസസ് കഴിഞ്ഞിട്ടുള്ളത് പറയാം. Staffing is a logical operation that consists of many independent actions. അതായത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതിൽ പ്രധാനമായിട്ട് രണ്ട് പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അത് ഏതൊക്കെയാണ്? റെക്കഗ്നൈസിംഗ് ദ സ്കൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് നഴ്സിംഗ് കെയർ റിക്വയർഡ് ബൈ ദ പേഷ്യൻസ്. അതായത് പേഷ്യൻസിന് അനുസരിച്ചിട്ട് എത്രത്തോളം പേഷ്യൻസ്, അതിന് ഏത് തരത്തിലുള്ള പേഷ്യൻസ് ആണ്, അതിനനുസരിച്ചിട്ടുള്ള എത്രത്തോളം നഴ്സുമാർ അവര് എത്ര എമൗണ്ട് എത്ര എണ്ണത്തിന് വേണം എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിങ് എംപ്ലോയി ഫ്രം അവൈലബിൾ ആപ്ലിക്കേഷൻസ്. ഇപ്പൊ ഇങ്ങനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യണമെങ്കിൽ എന്താണ് കൃത്യമായി കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് 3rd മൊഡ്യൂളിലാണെന്ന് തോന്നുന്നു ഒരു ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വലിയൊരു ചാപ്റ്റർ, അതായത് മാൻ പവർ. നമ്മുടെ മാൻ പവറിൽ നിന്നൊക്കെയാണ് ആ ചാപ്റ്ററിലാണ് കൂടുതലായിട്ട് സെലക്ഷനും അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതില് നിന്ന് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്നും കൃത്യമായിട്ടുള്ള പ്ലേസിലേക്ക് കൃത്യമായ സ്റ്റാഫിനെ നിയമിക്കുക എന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് സ്റ്റാഫിങ്ങിലാണ്. അതാണ് 2 പ്രവർത്തനങ്ങളാണ്, ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ് സ്റ്റാഫിങ്ങിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് പറയേണ്ടതുണ്ടോ? ഇത് രണ്ടുമാണോ ഉദ്ദേശിച്ചത്? സ്റ്റാഫിംഗ് പ്രോസസ്സിന് ശേഷമുള്ള ഈ 2 പോയിന്റ് ആണോ പറയേണ്ടത്? ഇനി വേറെ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗം ഇത് തന്നെയാണ്, ഈ ഹയറാർക്കിയാണ്. ഹയറാർക്കി വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ തന്നിട്ട് ചോദിക്കും, ഹൂ ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയർ അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ ഓരോ ഇതുകളും വെച്ചിട്ട് ഹൂ ഡയറക്ട് ഓവർസീസ് ആൻഡ് വാലുവേറ്റ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. ഇപ്പൊ നെക്സ്റ്റ് ഇതിലാണെങ്കിലും ചോദിക്കും ഹൂ കീപ് ദ റെക്കോർഡ്സ് ഓഫ് സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കണക്ഷൻ വിത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കണം നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഉത്തരവാദിത്തമാണ്, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഡയറക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആണത്, അല്ലെങ്കിൽ എന്താണ് നഴ്സിംഗ് ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. വാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ
പഠിക്കുകയാണെങ്കിൽ ഹൂ മെയിൻറ്റെയിൻ ബാർഡ് ഓപ്പറേഷൻസ്. അപ്പൊ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഹൈറാർക്കി സിസ്റ്റത്തിൽ നിന്നാണ്. മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടുത്തി പോകുന്നുണ്ട്, അത് അറിഞ്ഞു വെക്കുക. പ്രധാനമായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് മിക്കവാറും മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തി പോകാറ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞു വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.